AKRU മെഷീൻ ഡെമോ വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇതൊരു EMI സ്റ്റിച്ച് മെഷീനാണ്. ഇലക്ട്രിക് വാഹനത്തിൽ ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് ഫൂട്ട് പെഡലിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഫൂട്ട് പെഡൽ ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു ബട്ടൺ ഉപയോഗിക്കാം. വേഗത ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോളറും ഉപയോഗിക്കാം. നിങ്ങൾക്ക് റിവേഴ്സ് സിസ്റ്റവും ഉപയോഗിക്കാം. തുന്നലിന്റെ അറ്റം ലോക്കു ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് സിസ്റ്റം ഉപയോഗിക്കാം. അഡാപ്റ്ററിനെ മെഷീനിലേക്ക് ബന്ധിപ്പിക്കുക. സ്പീഡ്, ഹൈ, ലോ ബട്ടണുകൾ അമർത്തുക. UMS സ്റ്റിച്ച് മെഷീനിൽ നിങ്ങൾക്ക് 20 തരം തുന്നലുകൾ ലഭിക്കും. വലുതും ചെറുതുമായ തുന്നലുകൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സിഗ്സാഗ് സ്റ്റിച്ചുകളും ഉണ്ടാക്കാം. നിങ്ങൾക്ക് പിക്കോട്ട്, ഔട്ടർ ലോക്ക് സ്റ്റിച്ചുകളും ഉണ്ടാക്കാം. അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ ശക്തിയോടെ ഡയൽ തിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്ക് നമ്പർ മാറ്റാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സൂചി മുകളിലേക്ക് അഭിമുഖീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. സൂചി മുകളിലേക്ക് അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഡയൽ തിരിക്കുക. നിങ്ങൾ ഡയൽ ശരിയായ ദിശയിലേക്ക് തിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. തുന്നലിന്റെ അറ്റം ലോക്കു ചെയ്യാനും നിങ്ങൾക്ക് ബട്ടൺ ഉപയോഗിക്കാം. പിക്കോട്ട്, ഔട്ടർ ലോക്ക് തുന്നലുകൾ എന്നിവയ്ക്കായി നിങ്ങൾക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിക്കാം. ആക്സസറികൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഡ്രൈവർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് റീൽ ഇവിടെ ഇടാം. നിങ്ങൾ ത്രെഡ് എടുക്കണം. തുന്നലിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ലാഷെപ്പ് കാണാൻ കഴിയും. നിങ്ങൾ ത്രെഡ് ലാഷെപ്പിലൂടെ എടുക്കണം. നിങ്ങൾ ത്രെഡ് ലാഷെപ്പിലൂടെ എടുക്കണം. ഇവിടെ ഒരു അടയാളം കാണാം. ചിത്രം ഇവിടെ നൽകിയിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ലൂപ്പ്. നിങ്ങൾ ത്രെഡ് കൊണ്ടുവരണം. ഇതാണ് രണ്ടാമത്തെ ലൂപ്പ്. നീ താഴേക്ക് വരണം. നിങ്ങൾ ഉഷാബയിലൂടെ ത്രെഡ് എടുക്കണം. ഇതായിരുന്നു രണ്ടാമത്തെ ലൂപ്പ്. ഇനി നമ്മൾ മൂന്നാം ലൂപ്പിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഉഷാപ്പിലൂടെ എളുപ്പത്തിൽ ത്രെഡ് എടുക്കാൻ കഴിയും. നിങ്ങൾ ഈ വളവിലേക്ക് ത്രെഡ് ഘടിപ്പിക്കണം. നീ താഴേക്ക് വരണം. നീ താഴേക്ക് വരണം. ഇത് നാലാമത്തെ ലൂപ്പാണ്. നിങ്ങൾ ഈ വളവിലേക്ക് ത്രെഡ് ഘടിപ്പിക്കണം. നിങ്ങൾ ഈ വളവിലേക്ക് ത്രെഡ് ഘടിപ്പിക്കണം. നിങ്ങൾക്ക് ഉഷാപ്പിലൂടെ എളുപ്പത്തിൽ ത്രെഡ് എടുക്കാൻ കഴിയും. ഇത് നാലാമത്തെ ലൂപ്പാണ്. നിങ്ങൾ സൂചിയിൽ ത്രെഡ് ഘടിപ്പിക്കണം. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതാണ് പിൻവശം. നിങ്ങൾ സൂചിയിൽ ത്രെഡ് ഘടിപ്പിക്കണം. നിങ്ങൾ സൂചിയിൽ ത്രെഡ് ഘടിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു ത്രെഡർ ഉപയോഗിക്കാം. നിങ്ങൾ സൂചിയിൽ ത്രെഡർ ഘടിപ്പിക്കണം. നിങ്ങൾക്ക് ഉഷാപ്പിലൂടെ എളുപ്പത്തിൽ ത്രെഡ് എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഉഷാപ്പിലൂടെ എളുപ്പത്തിൽ ത്രെഡ് എടുക്കാൻ കഴിയും.
മെഷീനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ഞങ്ങൾക്ക് സന്ദേശമയയ്ക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ കഴിയും. തിങ്കൾ മുതൽ ശനി വരെയും രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതിനിടയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രതികരണം ലഭിക്കും. ഞങ്ങളുടെ ഉൽപ്പന്നവും സേവനവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി ഞങ്ങൾക്ക് ഒരു അവലോകനം നൽകുക. നന്ദി.